അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ എന്താ മാജിക് സ്ക്വയർ ആയിട്ട് എങ്ങനെയാണ് നമുക്കൊരു മെട്രിക്സ് തരുന്ന സമയത്ത് ഒരു മാജിക് സ്ക്വയർ ഫോം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. ഇതിൽ നമുക്ക് മാജിക് സ്ക്വയറിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓരോ പാത്ത് ട്രാവേഴ്സിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റോ വരിക, എങ്ങനെയാണ് കോളം വരിക, ഒരു ഡയഗണൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, റോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ശരിക്കുള്ള ഫോർമേഷൻ എങ്ങനെയാണ്, എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ വൈറ്റ് ബോർഡ് എക്സ്പ്ലനേഷൻ ഞാൻ കാണിച്ചിരുന്നില്ല, കാരണം ഞാൻ എല്ലാം കോഡ് വഴി തന്നെ ഓരോന്നും ഞാൻ ഡീപ്പായിട്ട് ഓരോന്നും എങ്ങനെ ചെയ്യാമെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ മാജിക് സ്ക്വയേഴ്സ് ഇൻ ഗ്രിഡ് ആണ്. ഇപ്പൊ എന്താ 3x3 മാജിക് സ്ക്വയർ is a 3x3 grid. 3x3 grid filled with distinct numbers from 1 to 9 such that each row, column and both diagonals all have the same sum. Okay. Given row cross column grid of integers, how many 3x3 magic square subgrids are there? While a magic square can only contain numbers from 1 to 9, grid may contain numbers up to 15. Okay. 438495192762. Output 1 explanation. The following subgrid is a 3x3 magic square. Well, this one is not. Distinct numbers from 1 to 9 such that each row, column and both diagonals all have the same sum. Oh, ശരി. 4 plus 3 plus 8 ആണ് 15 ആണ്. 9 plus 4 13 plus 2 15 ആണ്. 4 plus 5 9 plus 6 15 ആണ്. ഓ ശരി. 8 plus 1 9 plus 6 15 ആണ്. 2 plus 7 9 plus 6 15 ആണ്. 9 plus 5 14 plus 1 15 ആണ്. 3 plus 5 8 plus 7 15 ആണ്. Okay. ഇതല്ല. അങ്ങനെ പറയുന്നത് 3 plus 3 8 plus 7 15 ആണ്. പക്ഷേ 8 plus 3 11 plus 4 15 ആണല്ലോ. 4 plus 9 13 plus 15 ആണല്ലോ. 9 plus 6 15 ആണല്ലോ. 5 6 plus 9 15 ആണല്ലോ. 7 plus 6 13 plus 2 15 ആണല്ലോ. പക്ഷേ ഡയഗണൽ 15 അല്ല, 4 6 ആണ്. ഓക്കെ. Total there is only one magic square inside the given grid. Grid is equal to 8 0. ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞു. കാരണം അതിന് എന്താ 8 മാത്രമായിട്ട് എന്താണ് ഒരു വാല്യൂ ഇല്ല എന്നുള്ളത്. എന്താ ഔട്ട്പുട്ട് 1 എന്ന് പറയുമ്പോൾ എന്താ ഇതാണ് ഔട്ട്പുട്ട് 1 എന്ന് പറയുന്നത്. ഓ ശരി, ഒരു ഗ്രിഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഹൗ മെനി 3x3 മാജിക് സ്ക്വയർ സബ് ഗ്രിഡ്സ് ആർ ദർ? അത് ശരി, എത്രയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ കൗണ്ടാണ് തരേണ്ടത്. ഓക്കെ, നമുക്കിത് ചെയ്തു നോക്കാം. ഇത് മാട്രിക്സ് സമ്മ് ആവാം, പക്ഷേ ചിലപ്പോൾ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവേണ്ടതാണ്. കൂടുതലും കൗണ്ട് അല്ലേ. പിന്നെ എൻ്റെ മനസ്സിലൊരു എന്താ ചിലപ്പോൾ ഡി പി ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് എന്താണ് രണ്ടും നോക്കാം, എങ്ങനെയാണ് ഇതിന്റെ ആൻസർക്ക് എത്താൻ. നമുക്ക് ഒരുമിച്ച് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് റോ ഇൻ റോസ് ആണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോർ കോളം ഇൻ കോളംസ് എഴുതുന്നു. എന്നിട്ട് നമ്മൾ എന്താ എഴുതുന്നുണ്ട്? നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി എന്താ ചെയ്യേണ്ടത്? റോസ് ലെസ് ദാൻ 3 കോളംസ് ലെസ് ദാൻ 3 ആണെങ്കിൽ റിട്ടേൺ 0 എന്ന് കൊടുത്തു. റോ ഇൻ റോസ്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളൊരു എന്താ പുതിയൊരു മാജിക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് എന്താ ഈഫ് ഈസ് മാജിക് സ്ക്വയർ. എന്നിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? റോവും കോളവും കൊടുക്കണം. നമ്മളെന്താണ് ഇവിടെ നമ്മൾ മറന്ന എന്താ കാര്യം, എന്താ റേഞ്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് റോസ് -2 നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ, നമുക്ക് പിന്നിലേക്ക് വന്നിട്ടാണ് നമുക്കിത് തുടങ്ങേണ്ടത്. എന്നാലേ നമുക്ക് മുന്നിലേക്കുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്താ നമ്മുടെ സമ്മ് കണക്കാക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് റിട്ടേൺ അല്ല, നമുക്ക് എന്താണ് കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ +=1 കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കിട്ടും കൗണ്ട് =0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ഈസ് മാജിക് സ്ക്വയർ. മാജിക് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്താ കൊടുക്കുക? റോവും കോളവും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആറും സിയും കൊടുക്കാം. ആറും സിയും. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ വരിക? ഇവിടെ എന്താ വരിക? നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്താ നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ വാല്യൂസ് ഫോം ചെയ്യണം അല്ലേ. അപ്പൊ വാല്യൂസ് ഈക്വൽ ടു എന്നിട്ട് വാല്യൂസ് ഫോം ചെയ്യാൻ നമുക്ക് ഗ്രിഡ് ഓഫ് എന്താ ഗ്രിഡ് ഓഫ് ആർ സി എന്താണ് ഇതിന്റെ ഗ്രിഡ് ഓഫ് ആർ സി പ്ലസ് 1 എന്നല്ലേ. നമുക്ക്
അല്ലേ? അപ്പോൾ ആറ് സി ഫോം ചെയ്താൽ ഇനി നമുക്ക് എന്താണ് R+1 സി ഫോം ചെയ്യണം, പിന്നെ എന്താണ് R+2 സി ഫോം ചെയ്യണം, പിന്നെ ആറ് അല്ല ഇതിപ്പോൾ എന്താണ് ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ പോവാം. അപ്പോൾ നമുക്ക് എന്താണ് ആറ് സി കഴിഞ്ഞാൽ നമുക്ക് R+C+1 ഇടാം, എന്നിട്ട് R+C+2 ഇടാം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ വരിക R+1 സി വരും, എന്താണ് വരിക ഇവിടെ എന്താ വരിക R+2 സി എന്ന് വരും, R+2 അല്ല സോറി R+1 സി എന്ന് പറഞ്ഞാൽ R+1 C+1 വരും, പിന്നെ എന്താ വരിക R+1 C+2 എന്ന് വരും, ഇവിടെ എന്താ വരിക R+2 സി എന്ന് വരും, R+2 C+1 വരും, ഇവിടെ എന്ത് വരും R+2 C+2 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ എന്താ സെറ്റ് ഓഫ് വാല്യൂസ്, നമ്മുടെ ഉള്ള വാല്യൂസും പിന്നെ നമുക്ക് നമ്മുടെ എന്താ റേഞ്ചും തമ്മിൽ ഈക്വൽ ആണോ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈഫ് സോർട്ടഡ് ഓഫ് വാല്യൂസ് ഈക്വൽ ടു എന്താണ് റേഞ്ച് അല്ലേ, റേഞ്ച് ഓഫ് 1,10. ഇപ്പോൾ റേഞ്ച് ഓഫ് 1,10 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ്, കാരണം റേഞ്ച് ചിലപ്പോൾ ലിസ്റ്റ് ആവും, സെറ്റ് ഓഫ് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതണം, റിട്ടേൺ ഫോൾസ് എഴുതണം. പക്ഷെ ഇത് ഈക്വൽ ടു ആകുമ്പോഴല്ല, നോട്ട് ഈക്വൽ ടു ആകുമ്പോഴാണ്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്, നമുക്ക് എന്താണ് നമുക്ക് ഇനി ഓരോ വാല്യൂസ് ആയിട്ട് എഴുതണം. cos1 ഈക്വൽ ടു പറയുന്നത് നമുക്ക് എന്താണ് ഇതിന്റെ സമ്മാണ് അല്ലേ, സം ഓഫ് എന്നിട്ട് നമുക്ക് ഇതിന്റെ സമ്മാണ് എഴുതാം. നമുക്ക് എന്താണ് റോസ് 2 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് എഴുതാം, സം ഓഫ് ഇതിന്റെ സമ്മാണ് എഴുതാം. റോസ് 3 എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തായിട്ട് എഴുതാം, സം ഓഫ് ഇതിന്റെ സമ്മാണ് എഴുതാം. ഓക്കെ അല്ലേ? നമുക്ക് എന്താണ് കോളംസ് 1 ഈക്വൽ ടു എന്താണ് നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ കോളംസ് എന്ന് പറയുന്നത്, ഗ്രിഡ് ഓഫ് R+C+1, അതിന്റെ മുന്നേ നമുക്ക് RC എഴുതാം, C+1 അല്ല R+1 സി ആണ്, ഗ്രിഡ് R+1 സി എന്നുള്ളതാണ് നമ്മുടെ എന്താ അടുത്തത് കോളംസ്. നമുക്ക് എന്താണ് R+2 സി എന്നുള്ളതാണ് നമ്മുടെ അടുത്തത്. ഓക്കെ അല്ലേ? നമുക്ക് എന്താണ് കോളംസ് 2നും കോളം 3നും സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് കോളംസ് 2 കോളംസ് 3, അപ്പോൾ ഇതിലെന്താണ് ഇത് R+1 ആണെന്നുണ്ടെങ്കിൽ ഇതെന്താ വരിക, ഇവിടെ ആറ് എന്ന് പറയുന്നത് നമുക്ക് താഴത്തേക്കാണ് പോകേണ്ടത് അല്ലേ. അപ്പോൾ R+1 സി R+2 സി എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത എന്താ വരിക സോറി, ഇപ്പം ഇവിടെ ആറ് എന്ന് പറയുന്നത് ഇവിടെ എന്താ R+1 C+1 R+2 C+1 ആണ്. പിന്നെ ഇവിടെ എന്താ വരിക C+2 R+1 C+2 R+2 C+2 അല്ലേ. ഇതെന്താണ് നമ്മുടെ കോളംസും കിട്ടി. ഇനി നമുക്ക് എന്താണ് ഡയഗണലാണ് വേണ്ടത്. അപ്പോൾ ഡയഗണൽ 1 ഇസ് ഈക്വൽ ടു സം ഓഫ് എന്നിട്ട് ഡയഗണൽ 1 ഈക്വൽ ടു സം ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രിഡ് ഓഫ് എന്താണ് RC ഫസ്റ്റ്, പിന്നെ എന്താണ് ഗ്രിഡ് ഓഫ് R+1ഉം C+1ഉം എന്താണ് നമ്മുടെ ഗ്രിഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് R+2ഉം C+2ഉം അല്ലേ. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഡയഗണൽ 2 എന്ന് പറഞ്ഞിട്ടുള്ളത് സം ഓഫ് ഗ്രിഡ് ഓഫ് C+2 ഏറ്റവും താഴത്തെ കിട്ടും, പിന്നെ ഗ്രിഡ് ഓഫ് R+1 C+1 പിന്നെ ഗ്രിഡ് ഓഫ് R+2 സി അല്ലേ. നമുക്ക് എന്താണ് ഡയഗണലും കിട്ടി. ഇനി നമുക്ക് എന്താ റിട്ടേൺ ചെയ്യണ്ടു, ഇതെല്ലാം ഈക്വൽ ആണോ എന്ന് റിട്ടേൺ ചെയ്യണം വെച്ചാൽ റോസ് 1 ഈക്വൽ ടു റോസ് 2 ഈക്വൽ ടു റോസ് 3 ഈക്വൽ ടു റോസ് 4 ഈക്വൽ ടു റോസ് 4 അല്ലേ.
columns 1 equal to columns 2 equal to columns 3 equal to diagonal 1 diagonal 1 equal to diagonal 2. ഓക്കെ, ഇതാണ് നമ്മുടെ റിട്ടേൺ ആവേണ്ടത്. അപ്പം നമുക്ക് എന്താണ് ട്രൂ ഫോൾസ് നമുക്ക് റിട്ടേൺ ആവും. നമുക്ക് എന്താ അതേപോലെ കൗണ്ട് കിട്ടും. നമ്മൾ എന്താണ് അവസാനം റിട്ടേൺ ചെയ്യണം കൗണ്ടിനെ. കൗണ്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വാല്യൂ വരുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് ഇത് ഓൾറെഡി നമുക്ക് എന്താണ് എക്സിസ്റ്റ് ചെയ്യില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ഡെലിറ്റ് ചെയ്ത് കളയാം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ വെച്ചാൽ നമ്മൾ സമ്മൊക്കെ എടുത്ത് മാറ്റി. ഇനി നമുക്ക് എന്താണ് ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ അത് ആക്സെപ്റ്റഡ് ആണെന്ന് കാണിച്ചു. നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്തപ്പോൾ എന്താണ് കറക്റ്റ് നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെയിം ആണ്, എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഇങ്ങനെയും കൂടി ചെയ്തിട്ടില്ല, നമ്മൾ കറക്റ്റ് ഓരോന്ന് എടുത്ത് ചെയ്തിട്ട്, കാരണം എന്തായാലും 3 വാല്യൂസ് അല്ലേ ഉള്ളൂ. അപ്പോൾ 3 വാല്യൂസ് ആകുമ്പോൾ നമുക്ക് എടുത്ത് എഴുതണേലും നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യന് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ഒരു ആൻസർ ആണ് ശരിക്കും. പക്ഷെ എന്താണ് നമ്മൾ ഇതിന്റെ ട്രാവേഴ്സിൽ മനസ്സിലാക്കണം, എങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രിഡ് കൂടെ ഫ്ലോ ചെയ്യണം എന്ന് മനസ്സിലാക്കണം. എന്താണ് ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ, എന്താണ് റോസ് എന്ന് പറഞ്ഞാൽ, എന്താണ് കോളംസ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഫ്ലോ ചെയ്യുക, ഓരോ റോ എന്താണ്, ഓരോ കോളം എന്താണ്, ഓരോ ഡയഗണൽ എന്താണെന്ന് അങ്ങനെ മനസ്സിൽ ഫോം ചെയ്യും വേണം. അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാനും പറ്റണം. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? കണ്ടതിൽ നന്ദി. താങ്ക് യു.